ശവപ്പെട്ടി കണ്ടു എന്നാ പറയുന്നു. ഞാൻ പറഞ്ഞു അതങ്ങനെ കണ്ടാലും ഇനി മിണ്ടണ്ടാവുന്നു. കാരണം എന്നൊരു ഒരിക്കൽ ഇത് കാണേണ്ടതല്ലേ, ഇനി ഇപ്പം തൊട്ടേ കാണും. അത് അവരുടെ മൈൻഡിൻ്റെ പ്രശ്നമാണ്. അത് അവരോട് പറഞ്ഞാൽ മനസ്സിലാകുകയില്ല. കുറേ ഉപസിക്കും പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്യുന്നൊരു സൗകര്യം. അവർ കണ്ണടച്ചാൽ ഇതേ കാണും. എന്താ ചെയ്യുക? അപ്പോൾ അവർക്ക് ഒരു ഭയം ഉണ്ടെന്ന് തോന്നി ഈ വിഷയത്തെക്കുറിച്ച്. അതുകൊണ്ട് അതിങ്ങനെ കാണുക. ഇതെല്ലാം വലിയ മനസ്സിൻ്റെ പ്രശ്നങ്ങളാണ്. നമ്മൾ ഏതിനെക്കുറിച്ച് കൂടുതൽ ടെൻഷൻ പിടിക്കുന്നോ അതാ കാണുന്നത്. അല്ല വേറൊന്നും അല്ല എൻ്റെ കാര്യം. ഓക്കെ, അപ്പോൾ ഇങ്ങനെ ഓരോന്ന് എല്ലാവരും കാണുന്നുണ്ട്. എന്നാൽ എന്തെങ്കിലും ഒന്ന് കണ്ടോളാൻ ഇവിടെ പറഞ്ഞിരിക്കുക. നീ 24 മണിക്കൂർ ഒരു സ്വപ്നം കണ്ടോളാൻ. തേജസ് നമ്മിൽ വെളിപ്പെടുവാനുള്ള തേജസ് ഇമാജിൻ ചെയ്താൽ ഈ കാലത്തിലെ കഷ്ടങ്ങൾ സാരമില്ല. അപ്പൊ സ്വപ്നം കാണാൻ ഒരു സാധനമുണ്ട്. എന്തുവാ? തേജസ്. സ്വപ്നം കണ്ട് നോക്കാവോ? ഇല്ലേ? നമ്മിൽ വെളിപ്പെടുവാനുള്ള തേജസ് വിചാരിക്കാൻ വേണ്ടി ഞാൻ 1-2 വാക്യം തരാം. യെശയ്യാപ്രവചനം ഒന്ന് പെട്ടെന്ന് എടുത്താട്ട് 24-ാം അധ്യായം ഒന്ന് എടുത്ത് 24 എന്റെ ഒടുവിലത്തെ വാക്യം എന്ന് വെച്ചാൽ 24-23. സൈന്യങ്ങളുടെ യഹോവ സീയോൻ പർവ്വതത്തിലും യെരൂശലേമിലും വാഴുകയാലും അവന്റെ മൂപ്പന്മാരുടെ മുമ്പിൽ തേജസ് ഉണ്ടാകയാലും ചന്ദ്രൻ നാണിക്കുകയും സൂര്യൻ ലജ്ജിക്കുകയും ചെയ്യും. ആ വാക്യം ഒന്നോടെ വായിച്ചാട്ടെ. സൈന്യങ്ങളുടെ യഹോവ സീയോൻ പർവ്വതത്തിലും യെരൂശലേമിലും വാഴുകയാലും എന്ന് പറഞ്ഞാൽ ഞാൻ നമ്മുടെ ഭാഷ പറയാം. കർത്താവായ യേശുക്രിസ്തു രാജാവായി വരുമ്പോൾ അവന്റെ മൂപ്പന്മാരുടെ മുമ്പിൽ തേജസ് ഉണ്ടാകയാലും അവനെ ഭക്തിയോടെ സേവിച്ച ദൈവമക്കൾക്കൊക്കെ തേജസ് കിട്ടും. നമ്മുടെ തേജസ് നാം പ്രാപിക്കും. അപ്പോൾ ചന്ദ്രൻ നാണിക്കുകയും സൂര്യൻ ലജ്ജിക്കുകയും ചെയ്യും. വല്ലോ പിടികിട്ടിയോ? സൂര്യനും ചന്ദ്രനും ഒക്കെ പിന്നെ ഓഫ് ചെയ്തേക്കാവുന്ന വെക്കുന്നു. അതാ രാത്രി അവിടെ ഇല്ലല്ലോ എന്നൊരു വാക്കിയില്ലേ? കർത്താവ് രാജാവായി വരുന്ന കാലഘട്ടം, തൻ്റെ മക്കൾക്ക് തേജസ് കിട്ടുന്ന കാലം, സൂര്യനും ചന്ദ്രനും ഓഫ് ചെയ്യുമെന്ന് അവർ നാണം കെട്ടു പോകും. കാരണം അത്ര വോൾട്ടേജാണ് ഭക്തന്മാർക്ക് കിട്ടാൻ പോകും. പക്ഷെ എല്ലാവർക്കും ഒരേ വോൾട്ടേജ് കിട്ടത്തില്ല. അത് കുരുന്നിലാണ് എഴുതിയിരിക്കുന്നത്. സൂര്യന്റെ തേജസ് വേറെ, ചന്ദ്രന്റെ തേജസ് വേറെ, നക്ഷത്രങ്ങളുടെ തേജസ് വേറെ, നക്ഷത്രവും തമ്മിൽ തേജസ് വേറെ. ഇപ്പൊ കുറഞ്ഞ പക്ഷം 4 തരം അവിടെ പറഞ്ഞിരിക്കുന്നു. അതിലൊക്കെ കൂടുതൽ വരും. സ്തോത്രം. അതെങ്ങനെയാണ് അതിൻ്റെ കണക്ക്? അത് പഠിച്ചാൽ നിങ്ങൾക്ക് കുറച്ചുകൂടെ ധൈര്യം വർദ്ധിക്കും. സ്വയം ശോധന ചെയ്തിട്ടും കാര്യമായ യാതൊരു തെറ്റുകുറ്റങ്ങളും ഓർക്കാതെ ഈ ഭൂമിയിൽ കഷ്ടതയോടുകൂടെ കർത്താവിനെ സേവിച്ച് രക്തസാക്ഷി മരണം വരിച്ചവരും, വീടുകൾ നഷ്ടപ്പെട്ടവരും, പീഡനം സഹിച്ചവരും, തല്ലുകൊണ്ടവരും വെറുതെ പോവുകയില്ല. അവർക്ക് വോൾട്ടേജ് കൂടുതൽ കാണും, അവർക്ക് തേജസ് കൂടുതൽ കാണും. അല്ലെങ്കിൽ ദൈവം നീതിമാനല്ലെന്ന് വരും. എബ്രായ ലേഖനം പറയുന്നത് നല്ലൊരു ഉയർത്തെഴുന്നേൽപ്പ് പ്രതീക്ഷിച്ച് ഉദ്ധാരണം കൈക്കൊള്ളാതെ ഭേദ്യമേറ്റു. കഷ്ണം സഹിച്ചവര്, നിന്ന സഹിച്ചവർ വളരെയുണ്ട്, പീഡനം സഹിച്ചവർ വളരെയുണ്ട്, പട്ടിണിയെ സഹിച്ചവർ വളരെയുണ്ട്. നിന്നയും അപമാനവും സഹിച്ചവരുടെ കണക്കല്ല ഇന്ന് രാത്രി ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നില്ല. സ്തോത്രം. തേജസ് കൊണ്ട് വ്യത്യാസമുണ്ട് കേട്ടോ, തേജസ് കൊണ്ട് വ്യത്യാസമുണ്ട്. ദാനിയേൽ പ്രവാചകൻ പറയുന്നത് ആത്മാക്കളെ നേടുന്നവൻ, അതായത് പലരെയും നീതിയിലേക്ക് തിരിക്കുന്നവർ നക്ഷത്രങ്ങളെ പോലെ എന്നേക്ക് ശോഭിക്കും. അവിടുത്തെ വാക്യം ദാനിയേൽ 12 വാക്യം ഇങ്ങനെയാണ്: ബുദ്ധിമാന്മാർ ആകാശമണ്ഡലത്തിന്റെ പറ പോലെയും. ആരാ ബുദ്ധിമാൻ? ആത്മാക്കളെ നേടുന്നവൻ ബുദ്ധിമാൻ. ദൈവരാജ്യത്തിന് വേണ്ടി ഇൻവെസ്റ്റ് ചെയ്യുന്നവൻ ബുദ്ധിമാൻ. ഈ കാര്യം പ്രസംഗിക്കാൻ എളുപ്പമാണ്, ഇൻവെസ്റ്റ് ചെയ്യുമ്പോഴാണ് അതിന്റെ ബുദ്ധിമുട്ട് അറിയുന്നു. ഞാൻ ഈ പ്രവർത്തനങ്ങളെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. ഇവിടെ എടുക്കുന്ന സ്തോത്ര കാഴ്ച കൺവെൻഷന് വേണ്ടി അല്ലെന്ന് കേട്ടപ്പോൾ ഞാൻ ഞെട്ടിപ്പോയി. ഞാൻ ഒരു സ്തോത്ര കാഴ്ച കൂടി എടുത്തിട്ടെങ്കിലും കൺവെൻഷൻ നടത്താനും കുഴപ്പമില്ലെന്ന് ഓർത്തിരിക്കുമ്പോഴാണ് പറയുന്നത് ഈ സ്തോത്ര കാഴ്ച കൺവെൻഷൻ അല്ലെന്ന്. അപ്പൊ ആരാണ്ട് ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ടല്ലേ? അല്ലേ? കഷ്ടപ്പെട്ട പണം ഇതിന് മുടക്കുന്നുണ്ടല്ലേ? ആരാ ബുദ്ധിമാൻ? സ്തോത്ര കാഴ്ച പാത്രം മേടിച്ച് അപ്പുറത്തോട്ട് കൊടുക്കുന്നവൻ ബുദ്ധിമാൻ. ഏതാ? ഇങ്ങോട്ട് വരുമ്പോ പ്രാർത്ഥിച്ചാൽ കൊടുക്കുന്നവൻ ബുദ്ധിമാൻ, അല്ലെങ്കിൽ കണ്ണടച്ച് ധ്യാനിക്കുന്നവൻ ബുദ്ധിമാൻ.
സ്വന്തം. പിരിവ് പറയുന്ന സമയത്ത് ബാത്റൂമിലേക്ക് പോകണവൻ ബുദ്ധിമാൻ. അങ്ങനെയൊക്കെയുള്ള ബുദ്ധിമാന്മാരുണ്ട്. ചായ കുടിച്ചിട്ട് കൈ കഴുകിയ എന്ത് ചെയ്താൽ കൈ വെളുക്കുക. മറ്റേ പുള്ളി കാശ് കൊടുക്കുന്നവരേ ഉള്ളിത് ബുദ്ധിമാൻ. പിന്നെ സോപ്പിട്ട് കഴുകുക. അപ്പൊ ഒരു പുള്ളി പറഞ്ഞു, ഞാൻ ബില്ല് അടച്ചിടോ, കഴിയുക ചെയ്ഞ്ഞു പോരുന്നു. ആരാ ബുദ്ധിമാൻ? കാശ് കൊടുക്കാത്തവൻ ബുദ്ധിമാൻ, ഉള്ളത് ഞെക്കി കൈ വെച്ചവൻ ബുദ്ധിമാൻ. ഇതല്ലേ ലോകത്തിന്റെ കണക്കൂട്ടല് അല്ലേ? ഇതെല്ലാം കൂടെ ആരാ സുനാമിക്കില്ല? നീ കൂട്ടിവെച്ചതെല്ലാം കൂടി ആരാ സുനാമിക്കില്ലെന്ന? ഞാനൊരു പൊതുവെ സർവേ നടത്തി. മനുഷ്യരെല്ലാം യോഗങ്ങൾക്ക് ഇപ്പൊ തടിച്ചു കൂടുന്നുണ്ട്. ധ്യാന യോഗങ്ങൾക്ക് ആളുകൾ കൂടുന്നുണ്ട്. ഇൻഡിപെൻഡന്റ് ചർച്ചുകളിലേക്ക് ആളുകൾ ഇടിച്ചു കയറുന്നു. ആരാധന വിടുതൽ എന്നൊക്കെ പറഞ്ഞ് എന്തെങ്കിലും ആട്ടെ, മിസ്റ്റേക്ക് ഉണ്ടായിരിക്കും. ഞാൻ പറയുന്നത് കാരണം എന്നാ അറിയോ? എങ്ങും പിടിയില്ല. ഇപ്പൊ സുനാമി വന്ന പിന്നെ പൊതുവെ ഞെട്ടല. ആകെ ഒരു പ്രതീക്ഷയുള്ളത് ദൈവസന്നിധിയില. പാട്ടും പ്രാർത്ഥന ആരാധന ഉള്ളിടത്തോട്ട് ജനം ഇടിച്ചു കയറുക. ഇനി വേറൊന്ന് കേൾക്കണോ? ടെലിവിഷനില് ആളുകൾ സിനിമയുടെ മുമ്പിലല്ല, ആത്മീയ പ്രോഗ്രാമിന്റെ മുമ്പിലാ. ആരാ പ്രസംഗിക്കുന്നത് വിഷയമൊന്നുമല്ല. ടെലിവിഷനിൽ വേദപുസ്തകമോ വല്ല പാട്ടോ വല്ലോ ഉണ്ടെങ്കിൽ അതിന് മുമ്പിലാ ജനം. കുഞ്ഞെ കൂടപ്പുറപ്പെ, കാര്യം മനസ്സിലാക്കണം. ആത്മാക്കളെ നേടുന്നവൻ ബുദ്ധിമാൻ. ദൈവരാജ്യത്തിന് വേണ്ടി ഇൻവെസ്റ്റ് ചെയ്യുന്നവൻ ബുദ്ധിമാൻ. ആത്മീക പ്രവർത്തനത്തിന് പണം മുടക്കുന്നവൻ ബുദ്ധിമാൻ. ബുദ്ധിമാന്മാർ ആകാശമണ്ഡലത്തിന്റെ പ്രഭു പോലെയും. നീ ദൈവരാജ്യം വിശ്വസിക്കുന്നുണ്ടെങ്കിൽ, തേജസ് വിശ്വസിക്കുന്നുണ്ടെങ്കിൽ, കർത്താവ് വരുമെന്ന് വിശ്വസിക്കുന്നുണ്ടെങ്കിൽ, ഈ ലോകവും അതിന്റെ മോഹവും ഒഴിഞ്ഞു പോകുമെന്ന് വിശ്വസിക്കുന്നുണ്ടെങ്കിൽ, ഈ കാണുന്നതൊക്കെ തകരുമെന്നും ദൈവരാജ്യം വേഗത്തിൽ വെളിപ്പെടുമെന്നും വിശ്വസിക്കുന്നെങ്കിൽ, നീ അതിനുവേണ്ടി ഇന്ന് രാത്രി ഒന്നുകൂടെ സമർപ്പിക്കുക. ഇവിടെ നടക്കുന്ന പ്രവർത്തനങ്ങൾക്ക് വേണ്ടി നിന്നാൽ കഴിയുന്നത് ചെയ്യാൻ ഒരിക്കൽ കൂടി ഏൽപ്പിച്ചുകൊണ്ട് തേജസ് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. തേജസ് ഇന്ന് രാത്രിയിൽ നാം ഈ വചനത്തിന്റെ മുൻപിൽ നമ്മുടെ കണ്ണു തുറക്കണം. തേജസ് നഷ്ടപ്പെട്ട മനുഷ്യനെ തേജസ്സിലേക്ക് മടക്കി കൊണ്ടുവരുവാൻ ദൈവപുത്രൻ തേജസ് ഉരിഞ്ഞു വെച്ച് കുരിശിൽ യാഗമായി തീർന്നു. അവനിൽ വിശ്വസിക്കുന്നവന് അവന്റെ പുത്രന്റെ മരണം മൂലം പാപമോചനമുണ്ട്, വീണ്ടെടുപ്പുണ്ട്, പ്രായശ്ചിത്തമുണ്ട്. അങ്ങനെ വിശ്വാസത്താൽ നീതീകരണം പ്രാപിച്ചവൻ അവൻ ദൈവകൃപയിലാണ്. കൃപയിൽ നിൽക്കുന്നുവെന്ന് ഉറപ്പുവരുത്തുക. കൃപയിൽ നിൽക്കുന്നവൻ എല്ലാറ്റിനും മതിയായ കൃപയിലാണ് നിൽക്കുന്നത്. ഏത് പ്രശ്നത്തിന് നടുവിലും ദൈവത്തിന് നിന്നോട് ശാന്തമായിട്ട് ഇന്ന് രാത്രി പറയാനുള്ളത്, എൻ്റെ കൃപ നിനക്ക് മതി. ഏത് പ്രശ്നത്തിന് നടുവിലും കർത്താവിന് ഇന്ന് രാത്രി നിനക്ക് തന്നുവിടാനുള്ള ബോധ്യതാണ്, എൻ്റെ കൃപ നിനക്ക് മതി, എൻ്റെ കൃപ നിനക്ക് മതി. എൻ്റെ ശക്തി ബലഹീനതയിൽ തികഞ്ഞു വരുന്നതാണ്. പിന്നെ പോരെങ്കിൽ എന്ത് ചെയ്യണം? നീ തേജസ് വിചാരിക്കണം. എങ്ങനെ? ഇമാജിൻ ചെയ്യണം, സ്വപ്നം കാണണം. നിന്റെ കുഞ്ഞുങ്ങളെല്ലാം നശിക്കുന്നു എന്നല്ല സ്വപ്നം കാണുന്നത്. നിന്റെ ബിസിനസ് തകരുന്നു എന്നല്ല സ്വപ്നം കാണുന്നത്. നീ ദൈവ തേജസ് പ്രാപിക്കുന്നത് സ്വപ്നം കാണണം. നമ്മിൽ വെളിപ്പെടുവാനുള്ള തേജസ് വിചാരിച്ചാൽ ഈ യോഗത്തിൽ ദൈവ തേജസ്സിനെ കുറിച്ചുള്ള ഒരു ചിന്ത നമ്മുടെ അകത്ത് നിറയണം. വസ്ത്രമില്ലാതെ തേജസ് ധരിച്ചിരുന്ന ഒരു കാലം മനുഷ്യനുണ്ട്. നാം അതിലേക്ക് തിരികെ പോകാൻ പോവുകയാണ്. പക്ഷെ ആ പ്രതീക്ഷ ഇപ്പൊ എല്ലാവർക്കും കിട്ടിയിട്ടുണ്ട്. ആർക്ക്? രക്ഷിക്കപ്പെട്ടവർക്ക് തേജസ്സിന്റെ പ്രത്യാശയുണ്ട്. യേശുവിന്റെ മടങ്ങി വരവിൽ നാം തേജസ് തിരികെ പ്രാപിക്കും.